അയ്യപ്പേട്ട, നമ്മുടെ ADM നവീൻ ബാബുവിൻ്റെ മരണം, അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചുള്ള സംസാരം പൊതുവെ എല്ലായിടത്തും തന്നെ അങ്ങ് മങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ടത്ര പ്രാധാന്യം ഇപ്പോൾ കിട്ടുന്നില്ല. പ്രാധാന്യമൊക്കെ മങ്ങിപ്പോയ പോലെ തോന്നുന്നുണ്ട്. എന്തെങ്കിലും പുതിയ വിവരങ്ങളൊക്കെ അതേക്കുറിച്ച് ചേട്ടന് പറയാനുണ്ടോ? അതായത് നാം അറിഞ്ഞത് അതിപ്പോൾ ഡിവിഷണൽ ബെഞ്ചിലേക്ക് പോയി എന്നാണ്. ഹൈക്കോടതിയിൽ ഡിവിഷണൽ ബെഞ്ചിലേക്ക് പോയിട്ടുണ്ട്. ഡിവിഷണൽ ബെഞ്ചിൻ്റെ തീരുമാനം എന്തുള്ളത് എന്നറിയാനായി അവർ കാത്തിരിക്കുന്നു. അവർ സുപ്രീം കോടതിയിലേക്ക് പോകും. ഡിവിഷണൽ ബെഞ്ചിൻ്റെ തീരുമാനം എന്ത് തന്നെ ആയിരുന്നാലും, തീരുമാനം എന്ത് തന്നെ വന്നിരുന്നാലും അവർ സുപ്രീം കോടതിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. കൗസർ എടപ്പകത്ത് എന്ന ജഡ്ജ് ഈ തീരുമാനം എടുത്തതിൽ കേരള സമൂഹം ഒന്നടങ്കം, അദ്ദേഹം ജഡ്ജാണ്, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റാണ്, എല്ലാം ശരിയാണ്, കോടതിയാണ്, എങ്കിലും ഇങ്ങനെ വന്നുപോയല്ലോ, ഇങ്ങനൊരു വിധി മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കോടതി ആയതുകൊണ്ടും നിയമമായതുകൊണ്ടും നമ്മൾ അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് ഒരുപാടൊന്നും പോകാൻ നമുക്ക് കഴിയില്ല. പിന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ കളക്ടർ തന്നെയാണ് നമ്മൾ നാടൻ ഭാഷയിൽ രാജവെമ്പാല എന്ന് പറയും, അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? രാജവെമ്പാല, വിഷം ചീറ്റുന്ന ഏറ്റവും വലിയ പാമ്പിന് രാജവെമ്പാല എന്നല്ലേ പറയുന്നത്. കളക്ടർക്ക് ഇതിനെക്കുറിച്ച് എല്ലാം തന്നെ അറിയാം. കളക്ടർക്ക് ആറളം ഭൂമിയുടെ ഒരു രേഖ, അതിൻ്റെ എവിഡൻസ് ഇദ്ദേഹത്തിന്, നവീൻ ബാബു എന്ന ഈ ഉദ്യോഗസ്ഥന് കിട്ടിയിട്ടുള്ളത് കാര്യവും, ഈ ഭൂമി രേഖകൾ നവീൻ ബാബുവിൻ്റെ കയ്യിൽ ഉണ്ട് എന്ന കാര്യവും കളക്ടർക്ക് അറിയാം. അതായത് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായത് ഈ ആറളം ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ അദ്ദേഹം സമാഹരിച്ചത് കൊണ്ടായിരിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ സമാഹരിച്ചതെന്നല്ല. അതായത് ഈ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു കറകളഞ്ഞ ഉദ്യോഗസ്ഥനാണ്, പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയേക്കാളും ഇവർ ഭരണത്തിൽ വരുമ്പോൾ ഈ കഴിഞ്ഞ പിണറായി വിജയൻ്റെ രണ്ടാമത്തെ സർക്കാർ എന്നല്ല, VS സർക്കാരായിരുന്നാലും അതിനു മുമ്പ് നയനാർ സർക്കാരായാലും ഇവരുടെ അഡ്മിനിസ്ട്രേഷന് നല്ലൊരു ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്. അത് കോൺഗ്രസിനില്ല. അതായത് സെക്രട്ടേറിയറ്റിൽ അവരുടെ കീ പോസ്റ്റുകളിൽ ഇപ്പോൾ കാണുന്ന ഈ പാർട്ടി അടിമകളല്ല. കഴിഞ്ഞ നയനാർ ഭരണകാലത്തും ശേഷം VS വന്നപ്പോഴും ഒക്കെ നല്ല ഒരു ജോലി ചെയ്ത് കൈത്തഴക്കമുള്ള, കള്ളത്തരം കാണിക്കാത്ത ഇവരുടെ അസോസിയേഷനിലെ ആൾക്കാരുണ്ട്. ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്കാണെങ്കിൽ പോലും നല്ല അങ്ങനെയുള്ളൊരു ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു. അപ്പോൾ ഈ നവീൻ ബാബുവിനെ കാസർഗോഡേക്ക് റവന്യൂ വകുപ്പ് രാജൻ എന്ന മിനിസ്റ്റർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വെച്ചത്. രാജൻ നല്ലൊരു മിനിസ്റ്ററാണ്. കാര്യം CPIയെ സംബന്ധിച്ച് CPIയുടെ ചില മന്ത്രിമാരെ ചില വകുപ്പുകളിൽ പ്രശ്നമുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം GR അനിലിൻ്റെ പറയാൻ ഇപ്പോൾ റേഷനിൽ സാധനം പോലും ഇല്ല, പരാജയമാണ്. അപ്പോൾ ഇദ്ദേഹം അങ്ങനെയല്ല. രാജൻ നല്ലൊരു റവന്യൂ. GR അനിലിന് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. കാരണം ആ വകുപ്പിലേക്ക് വേണ്ട ഒരു സഫിഷ്യന്റ് ഫണ്ട് പിണറായി സർക്കാർ നൽകുന്നില്ല എന്നാണ്. അതായത് CPI മന്ത്രിമാരോട് രണ്ടാനം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, അവർക്ക് CPMകാർക്ക് അന്ന് മുതൽ ഇന്ന് മുതൽ CPIക്കാരെ ഒരു പുച്ഛമാണ്. കാര്യം അവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ തമ്മിൽ ഭേദം സ്വഭാവത്തിലും ഇതിലുമൊക്കെ CPIക്കാർ തന്നെയാണ് ഇപ്പോഴത്തെ CPMകാരെക്കാളെ നല്ലതെന്ന് തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ റവന്യൂ മിനിസ്റ്റർ രാജൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ കാസർഗോഡേക്ക് നിയമിക്കുന്നത്. അപ്പോൾ കാസർഗോഡേക്ക് നിയമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ജോലിയുടെ ഭാഗമായി അദ്ദേഹത്തിന് CPM എന്ന പാർട്ടിയുടെ സംസ്ഥാന സമിതിയിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ കണ്ണൂരത്തെ സഖാക്കളുടെ ബിനാമി ഇടപാടുകൾ, ഭൂമി ഇടപാടുകൾ, അങ്ങനെയാണ് ഈ ആറളം ഭൂമിയുടെ രേഖകൾ. ഈ ആറളം ഭൂമിയുമായി ബന്ധപ്പെട്ട് നല്ലപോലെ കളിച്ചിരിക്കുന്ന ഒരു ആള് എന്ന് പറയുന്നത് കളക്ടർ അരുൺ കെ വിജയൻ തന്നെയാണ്. കളക്ടർ അരുൺ കെ വിജയൻ കളിക്കുക എന്നല്ല, ഇപ്പൊ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ റവന്യൂ വകുപ്പ് വെച്ചപ്പോൾ അത് CPIയുടെ വകുപ്പല്ലേ. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്ന ഒരു CPMകാരനാണ്. അപ്പോൾ CPMകാരനായ ആ ഉദ്യോഗസ്ഥൻ ഇവർക്കൊപ്പം തന്നെ, ഇവർക്ക് ഒരു വേള അറിഞ്ഞോ അറിയാതെയോ ഈ ആറളം ഭൂമിയുടെ രേഖ നവീൻ ബാബുവിന് കിട്ടത്തക്ക രീതിയിൽ ഇവർ അറിഞ്ഞോ അറിയാതെയോ ഇവരും ഭാഗവാക്കാവുകയായിരുന്നു. കാര്യം അദ്ദേഹം ഇതെല്ലാം അന്വേഷിച്ച് പിടിച്ച് വരുമ്പോൾ ഈ രേഖകൾ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എത്തുകയായിരുന്നു. അത് ഇവർ അറിയുകയും ചെയ്തു. സഖാക്കൾ അറിഞ്ഞു. അത് വലിയ സഖാക്കൾ, കൊടികെട്ടിയ കണ്ണൂരത്തെ നഖത്തിൻ്റെ ഇടയിൽ കള്ളം, ശരീരം മൊത്തം കള്ളത്തരമുള്ള, പുറമേ ഒന്ന് അകമേ ഒന്ന് അടിയിൽ കൂടെ അല്ലാതെ കുത്തുന്ന ഇവന്മാരെല്ലാം അറിഞ്ഞു. അങ്ങനെ ഇവന്മാർ ഈ ടീമുകൾ, ക്ഷമിക്കുക അത് ഞാൻ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ
ഈ സഖാക്കൾ അറിയുന്നു ഈ ആറളം ഭൂമിയുടെ രേഖ അത് അയാളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പിന്നീട് അങ്കലാപ്പാവുകയാണ്. അപ്പോഴേക്കും അദ്ദേഹത്തിനും മനസ്സിലായി. കാര്യം ഇപ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആയിരിക്കും, പക്ഷേ ഒരു സുഹൃത്തിനോട് എല്ലാ രഹസ്യവും ചിലപ്പോൾ ഒരു സുഹൃത്ത് പറയണമെന്നില്ല. വളരെ കീ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു രഹസ്യം ആ സുഹൃത്തിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞു, അയ്യോ അത് അവൻ അറിഞ്ഞല്ലോ, ഇനി അവൻ ആരോടെല്ലാം പറയും എന്നൊരു അന്താളിപ്പ് ഒരാൾക്കുണ്ടാവും. അങ്ങനെ അയാള് അല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഈ രേഖ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുമ്പോൾ, ഈ രേഖ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയെന്ന് അറിയുന്നത് മുതൽ സഹാക്കൾക്ക് അങ്കലാപ്പ് തുടങ്ങിയത്. അപ്പോഴേക്കും അദ്ദേഹത്തെ അപ്പോൾ പത്തനംതിട്ടയിലേക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ട്രാൻസ്ഫർ വരുന്നു. അദ്ദേഹത്തിനും അത് മനസ്സിലായി, ഇവർക്കെല്ലാം ഇത് കിട്ടി. കാര്യം ഞാൻ പറഞ്ഞു വന്ന അതാണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പ്രകടനത്തിൽ സ്വഭാവത്തിലെ മാറ്റത്തിൽ തന്നെ പ്രത്യേകിച്ച് അറിയാൻ പറ്റും. ഒരാൾ ഏറ്റവും ക്ലോസ് ആയിരുന്ന ഒരാൾ പെട്ടെന്ന് മാറി മാറി പോകുന്നത്, അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്തിയാൽ മതി. ആർക്ക്? നവീൻ ബാബു. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ആ രേഖകൾ തൻ്റെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് അവരുടെ കയ്യിലും ഉണ്ട്. പക്ഷെ എങ്ങനെ ചോദിക്കും സഖാവെ അത് തിരിച്ചു തരണമല്ലോ എന്നൊന്നും ഇവർക്ക് ചോദിക്കാനുള്ള ഗഡ്സിൽ. കാര്യം അദ്ദേഹം ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, എങ്ങനെ ഇവന്മാർ ചോദിക്കും? അവർ ഈ പറയുന്ന പോലെ പ്രശാന്തനെ പോലെയുള്ള ബിനാമികൾ. അത് മാത്രമല്ല ചേട്ടാ, ഈ നവീൻ ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഈ പെട്രോൾ പമ്പിന്റെ പുറകെ പോയ സമയത്ത് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോ ഇവർക്ക് അനുകൂലമായി നിൽക്കാത്ത ഒരു ഉദ്യോഗസ്ഥനാണെന്ന് അവിടെ അവര് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അതായത് ഇദ്ദേഹത്തിന് കാസർഗോഡേക്ക് വിടുന്നത് തന്നെ അനധികൃതമായി ഇങ്ങനെയുള്ള, അതായത് ഈ പാർട്ടിക്ക് ഒരു കുഴപ്പമുണ്ട്. ഈ പാർട്ടിക്ക് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇവർ പാർട്ടിക്കാരെ സംരക്ഷിക്കുന്നു എന്ന് കാണിക്കുകയും ഇവർ കയ്യിൽ നിൽക്കാത്ത പാർട്ടിക്കാരെ ഇതേപോലെ വേറെ ആൾക്കാരെ വെച്ച് ഒതുക്കി പിടിച്ചെടുക്കുന്ന ഒരു സ്വഭാവം, അത് ഇവരുടെ ഇരട്ടത്താപ്പാണ്. അങ്ങനെ ആ ഇരട്ടത്താപ്പ് ഉപയോഗത്തിന് ഇവർക്ക് കാസർഗോഡുള്ള ഈ ആറളം ഭൂമിയുടെ, അല്ലെങ്കിൽ അവർക്ക് അഭിമതനല്ലാത്ത ആരുടെയൊക്കെയോ കയ്യിൽ ഈ സാധനം ഉണ്ടായിരുന്നു. അത് ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് അവിടുത്തെ കുറേ അഴിമതികൾ ഇല്ലാതാക്കാനും കൂടെയാണ് വിട്ടത്. അത് ഏതാണ്ടൊരു 3/4 ഭാഗം തീർത്ത് വന്നപ്പോഴത്തേക്ക് മതി, ഇനി പോയാൽ അടിവാരം തോണ്ടും എന്ന് പിടികിട്ടി. അങ്ങനെയാണ് കാസർഗോഡ് നിന്ന് കണ്ണൂരേക്ക് വന്നത്. പക്ഷെ അതിനിടയ്ക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പല രേഖകളും വന്നു. ഇത് കളക്ടർക്ക് അറിയായിരുന്നു. കളക്ടർക്ക് ഈ രേഖകൾ ഉണ്ടെന്നുള്ള കാര്യം കളക്ടർക്ക് അറിയാമായിരുന്നു. കളക്ടർക്ക് അറിയാത്ത ഒരു കാര്യവുമില്ല. കണ്ണൂര് കളക്ടറെ നിയമിച്ചത് പോലും പാർട്ടിയാണെന്ന് അങ്ങനെയാണ് പറയുന്നത്. അതായത് പാർട്ടി, നമ്മൾ അവിടെ നിന്നല്ല, എവിടെയായിരുന്നാലും അവർ പാർട്ടിക്ക് അവരുടെ കാര്യങ്ങൾക്ക്, അവരുടെ അഭീഷ്ടങ്ങൾക്ക് നിൽക്കുന്ന ഒരാളിനെ അവർ ഉദ്യോഗസ്ഥ തലപ്പത്തിൽ വെക്കത്തുള്ളൂ. അല്ലാതെ അവർക്ക് ഇഷ്ടമില്ല. അതാണ് ഭരണം എന്ന് പറയുന്നത്. അവരങ്ങനെ ചെയ്യും. അങ്ങനെ ഇരുത്തിയത് തന്നെയാണ് ഈ അരുൺ കെ വിജയൻ എന്ന് പറയുന്ന, അദ്ദേഹത്തിനെ ഇരുത്തിയത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ അവിടെ ഇരുത്തിയതിൻ്റെ ഉദ്ദേശം തന്നെ ഈ രേഖകൾ ഇദ്ദേഹത്തിന് കിട്ടി എന്നുള്ളത് അദ്ദേഹം അറിയുന്നു. ഈ സകല കള്ളത്തരങ്ങൾക്കും കൂട്ടുപിടിക്കാനാണ് ഇരുത്തിയത്. അപ്പോൾ നമ്മുടെ വീണാമണിയെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. കാര്യം അവരിങ്ങനെ പറയുന്നുണ്ടെങ്കിലും എവിടെയൊക്കെ ഇങ്ങനെ സഖാക്കളുടെ കള്ളഭൂമിയുണ്ട്, സഖാക്കൾക്ക് ഈ പറയുന്ന അവിടുത്തെ നമ്മളിവിടുത്തെ ദേവസ്വം പോലെ തന്നെ അവിടെ ഒരു ദേവസ്വം ഉണ്ടല്ലോ, എന്താ പറയുക, ആ ദേവസ്വം അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ആ ദേവസ്വം ഭൂമി പോലും കയ്യേറിയ അവിടുത്തെ സഖാക്കളുണ്ട്. അതെല്ലാം അദ്ദേഹത്തിനെ കിട്ടി. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു പടി ഉയർന്ന ഉദ്യോഗസ്ഥനല്ലേ. അപ്പോൾ കളക്ടറോട് പറഞ്ഞു, അറിയാതെ സംസാരത്തിൻ്റെ സാറേ ഞാൻ ആ രേഖകളൊക്കെ കുറേ എൻ്റെ കൈ കിട്ടിക്കേട്ടോ, അറിയാതെ കിട്ടിപ്പോയി എന്ന രീതിയിലാണ് പറഞ്ഞത്. അതിനെയാണ് ഇയാൾ വളച്ചൊടിച്ചത്. എന്ന് വെച്ചാൽ അയാളൊരു കറകളഞ്ഞ സഖാവായതുകൊണ്ട് നമ്മുടെ സഖാക്കളുടെ മോഷണം മുതൽ നമ്മുടെ സഖാക്കളുടെ സർവ്വ കള്ളത്തരങ്ങളും അടങ്ങുന്ന ഈ രേഖകൾ എൻ്റെ കയ്യിൽ കിട്ടിപ്പോയി സാറേ, കിട്ടിപ്പോയി എന്ന് പറഞ്ഞതിനെ വളച്ചൊടിച്ചാണ് ഇയാൾ ആക്കിയത്. അങ്ങനെയാണ് പറയുന്നത്. സത്യം ഇതാണ്. നവീൻ കെ ബാബു വീട്ടിലേക്ക്, പത്തനംതിട്ടയിലേക്ക് അദ്ദേഹത്തിന് സെൻഡ് ഓഫ് അല്ല, അദ്ദേഹം ജോലിയിൽ നിന്ന് റിട്ടയർ ആയി പോകുന്നതല്ല, അദ്ദേഹം സ്ഥലം മാറി പോകുന്നതാണ്. സ്ഥലം മാറി പോകുമ്പോൾ ആ രേഖകളുമായി അയാൾ അവിടം വിടരുത്, അവിടം കൊണ്ട് ആ രേഖകളും അയാളും തീരണം എന്ന് പാർട്ടി, CPM എന്ന് പറയുന്ന പാർട്ടി തീരുമാനിച്ച് എക്സിക്യൂട്ടീവ് ചെയ്ത് PP ദിവ്യയിലൂടെയാണ്. അതാണ് ഇതിലെ സംഭവം. കളക്ടർ എന്ന കീ പേഴ്സൺ, കളക്ടർ എന്ന വ്യക്തിക്ക് ഇതിൻ്റെ സകല കള്ളത്തരങ്ങളും അറിയാം.